ഇനിയും ഈ വഴിയെ ഭാഗം 5. മഹിയെയും ആമ്പലിനെയും കൂട്ടി വിനയൻ അവരുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. മഹിയുടെ അച്ഛൻ വിജയൻ, മഹിയുടെ അമ്മയും ആമ്പലിൻ്റെ അപ്പച്ചിയുമായ രാധ, തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന മഹിയുടെ ചെറിയച്ഛൻ റെജി, പുള്ളിക്കാരൻ്റെ ഭാര്യ ബിന്ദു, ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന അവരുടെ മകൾ കീർത്തി, ആമ്പലിൻ്റെ അച്ഛനും മഹിയുടെ അമ്മാവനുമായ ജിനൻ, ആമ്പലിൻ്റെ അമ്മ ലക്ഷ്മി, ആമ്പലിൻ്റെ അച്ചമ്മയും മഹിയുടെ അമ്മമ്മയും ആയ ഭാഗീരഥി അമ്മ, ആമ്പലിൻ്റെ അമ്മയുടെ ചേട്ടനും വിനയൻ്റെ അച്ഛനുമായ വിശ്വൻ, പുള്ളിക്കാരൻ്റെ ഭാര്യ സരയു, വിനയൻ്റെ അനിയത്തി നേത്ര. ഇത്രയും ആളുകളുടെ ഇടയിലേക്കാണ് വിനയൻ അവരെയും കൊണ്ട് കയറി ചെന്നത്. വീടിൻ്റെ ഉമ്മറത്ത് നിൽക്കുകയായിരുന്ന മഹിയുടെയും ആമ്പലിൻ്റെയും അച്ഛന്മാരാണ് അവരെ ആദ്യം കണ്ടത്. മഹിയുടെയും വിനയൻ്റെയും പുറകിൽ ബാഗും തൂക്കി നിൽക്കുന്ന ആമ്പലിനെ കണ്ടതും അവരുടെ കണ്ണുകൾ വിടർന്നു. മോളെ, നീ ഇതെന്ത് പണിയാടാ കാണിച്ചേ? ഉറക്കെ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന അച്ഛനെ കണ്ട് ആമ്പൽ ഒന്നുകൂടി മഹിയുടെ പിന്നിലേക്ക് പതുങ്ങി. താനല്ല ഇതിനൊക്കെ പിന്നിൽ എന്ന് പറയും പോലെ മഹി അവളെ പിടിച്ച് നൈസായിട്ട് മുന്നിലേക്ക് നീക്കി നിർത്തി. പുറത്തെ സംസാരം കേട്ടിട്ടാണെന്ന് തോന്നുന്നു ഓരോരുത്തരായി അകത്തു നിന്നും വെളിയിലേക്ക് വന്നു. ആമ്പലിൻ്റെ അമ്മ അവളെ കണ്ടതും കരഞ്ഞു വിളിച്ചുകൊണ്ട് മുന്നിലേക്ക് ഓടി വന്നു. എടി ഉരുമ്പട്ടോളെ, കുടുംബത്തിൻ്റെ മാനം കെടുത്തിയല്ലോടി. അടുത്തേക്ക് എത്തിയതും ആമ്പലിൻ്റെ തോളിൽ അടിച്ചുകൊണ്ട് അമ്മ കരയാൻ തുടങ്ങി. കൂടെ വന്ന മഹിയുടെ അമ്മ അവരെ പിടിച്ചു മാറ്റി. എന്തോന്നാ ചേച്ചി ഇത്? ഒച്ച വെച്ച് നാട്ടുകാരെ മൊത്തം അറിയിക്കാതെ നിങ്ങളെല്ലാവരും അകത്തേക്ക് വന്നേ. അപ്പോഴേക്കും സരയു അമ്മായി കൂടി അവരുടെ അടുത്തേക്കെത്തി. അവരെല്ലാവരും കൂടി ആമ്പലിനെയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നപ്പോൾ മഹി തിരിഞ്ഞ് പുറത്തേക്ക് നടക്കാൻ നോക്കി. നീ എങ്ങോട്ടാ? അവന് മുന്നിലേക്ക് വട്ടം കയറി നിന്ന് വിനയൻ ചോദിച്ചു. അല്ല, ഞാനിനി ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. തല ചൊറിഞ്ഞുകൊണ്ട് മഹി ചോദിച്ചു. നിന്ന് കിന്നരിക്കാതെ നടക്കണകത്തേക്ക്. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങേര് കൈവെക്കും എന്ന് തോന്നിയതും ഗത്യന്തരമില്ലാതെ അവനും അകത്തേക്ക് നടന്നു. എവിടെ വെച്ച് കിട്ടിയവളെ? മഹിയുടെ അച്ഛൻ ചോദിച്ചത് കേട്ട് വിനയൻ തിരിഞ്ഞു നിന്നു. അവളെ മാത്രമല്ല, പിന്നെ? പറയാം അമ്മാവ, അകത്തേക്ക് കയറട്ടെ. അതോടെ മറ്റുള്ളവർക്ക് പിന്നാലെ അവരും അകത്തേക്ക് കയറി. കഥ മുഴുവൻ ഡയറക്റ്റ് ചെയ്തിട്ട് അവസാനം പടം പൊളിഞ്ഞപ്പോൾ പ്രൊഡ്യൂസറെ കാണിക്കാൻ നിന്ന് കള്ളക്കണ്ണീരൊഴുക്കുന്ന സംവിധായകനെ പോലെ ആമ്പലിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന അമ്മമ്മയെ കണ്ടതും മഹിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. എന്നാലും എൻ്റെ മോളെ, നിനക്ക് എങ്ങനെ തോന്നിയിടി ഞങ്ങളെ ഇട്ടേച്ച് പോകാൻ? ഹാവൂ, എന്താ അഭിനയം! അല്പം കാശ് മുടക്കിയിട്ടാണെങ്കിലും വേണ്ടിയില്ല, ഒരു ഓസ്കാർ വാങ്ങി അമ്മമ്മയ്ക്ക് കൊടുക്കണം. ഉള്ളിൽ ആലോചിച്ചുകൊണ്ട് ആ അഭിനയവും നോക്കി നിൽക്കുന്നതിനിടയിലാണ് ആമ്പലിൻ്റെ അച്ഛൻ്റെ ചോദ്യം ഒരു ഇടിവെട്ട് പോലെ മഹി കേട്ടത്. ആരായിരുന്നറ വിനയ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത്? ചോദ്യം കേട്ട വിനയേട്ടൻ്റെ മുഖം തൻ്റെ നേരെ തിരിയുന്നത് കണ്ട മഹി ദയനീയ ഭാവത്തിൽ വിനയനെ നോക്കി അരുതുന്ന മട്ടിൽ വിലങ്ങനെ തലയാട്ടി. ആരായിരുന്നാലും തല്ലിയവൻ്റെ കാലുടിക്കാരുന്നില്ലേ? മഹിയുടെ അച്ഛൻ്റെ ചോരത്തിളപ്പ് കണ്ട് വിനയൻ മുഖം തിരിച്ച് പുള്ളിയെ നോക്കി. ഞാനും ആലോചിച്ചതാ, പക്ഷേ അമ്മാവന് വിഷമമായെങ്കിലോ എന്ന് വിചാരിച്ചാൽ ചെയ്യാതിരുന്നത്. നീ എന്താണ് വിജയായി പറയുന്നേ? എനിക്ക് വിഷമാവുന്നു. എന്തിന്? കാര്യം മനസ്സിലാകാത്തതുപോലെ എല്ലാവരും വിനയനെ നോക്കി. ആ സമയം അമ്മമ്മയുടെ മാറിൽ തലപൂഴ്ത്തി നിൽക്കുകയായിരുന്ന ആമ്പലിൻ്റെ കൈ തനിക്ക് നേരെ ഉയരുന്നത് നെഞ്ചിടിപ്പോടെയാണ് മഹി നോക്കി നിന്നത്. അവനാ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അവൻ്റെ ഒപ്പമാ ഞാൻ ഇറങ്ങിപ്പോയത്. അവൾ പറഞ്ഞത് കേട്ട് പാകിസ്ഥാൻ ഇന്ത്യയെ പ്രേമിക്കുന്നു എന്ന് കേട്ടതുപോലെ എല്ലാവരും വായും പൊളിച്ച് കണ്ണും തള്ളി നിന്നു. അഭിനയത്തികവിൻ്റെ കൊടുമുടിയിൽ നിന്നിരുന്ന അമ്മമ്മയാണ് ഏറ്റവും തകർന്നു പോയത്. താൻ ഉറക്കമൊഴിച്ചിരുന്ന് എഴുതിയുണ്ടാക്കിയ തിരക്കഥ വേറൊരുത്തൻ അടിച്ചുമാറ്റി സിനിമ ഇറക്കിയത് കണ്ടതുപോലെയായി പുള്ളിക്കാരിയുടെ മുഖം. നെഞ്ചിൽ പറ്റിച്ചേർന്ന് നിന്നിരുന്ന ആമ്പലിനെ അമ്മമ്മ തള്ളിമാറ്റി. ഇടീ, നീ എന്നെയും പറ്റിച്ചല്ലേടി? അമ്മമ്മ സ്വയമറിയാതെ ചോദിച്ചു പോയതാണെങ്കിലും അതിൻ്റെ പിന്നിലുള്ള കാര്യം ചിന്തിക്കാനോ മനസ്സിലാക്കുവാനോ പറ്റാത്ത മാനസികാവസ്ഥയിലായിരുന്നു എല്ലാവരും. പ്രേതത്തെ കണ്ടതുപോലെ എല്ലാവരും വിളറി വെളുത്ത് നോക്കി നിൽക്കുന്നതിനിടയിൽ മഹിയുടെ അമ്മയാണ് ആദ്യം പ്രതികരിച്ചത്. എടാ കുരുത്തം കെട്ടവനെ, എന്തോന്നൊക്കെയാടാ ഈ കേൾക്കുന്നത്? അല്പം നേരം മുന്നേ നാത്തൂനെ സമാധാനിപ്പിച്ച അമ്മ തന്നെയാണോ ഷോക്കടിച്ചതുപോലെ ഈ കിടന്നലറുന്നത് എന്ന് ചിന്തിക്കുന്നതിനിടയിൽ ആദ്യത്തെ അടി അവൻ്റെ കരണത്ത് വീണിരുന്നു. മുഖം പൊത്തി തിരിയുന്നതിനിടയിൽ അടുത്ത അടി അവൻ്റെ മുതുകത്തും കിട്ടി.
കരണവും മുതുകും തടകിക്കൊണ്ട് നിന്ന് പൊളയുന്നതിനിടയിൽ ചെറിയമ്മ അവർക്കിടയിലേക്ക് ചാടി വീണു. ഹാ, ചേച്ചി ഒന്ന് ചുമ്മാതിരുന്നേ, അവനെ മാത്രം എന്തിനാ തല്ലുന്നത്? രണ്ടുപേരും തെറ്റുകാരല്ലേ? അതോടെ അമ്മ മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് സെറ്റിയിലേക്കിരുന്നു. ചെറിയമ്മയും സരയു അമ്മായിയും അമ്മയെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. അച്ഛനും അമ്മാവനും എന്തു ചെയ്യണമെന്നറിയാതെ പരസ്പരം നോക്കി നിൽക്കുന്നതിനിടയിൽ ചെറിയച്ഛനും വിനയൻ്റെ അച്ഛനായ വിശ്വനമ്മാവനും കൂടി അവരുടെ അടുത്തേക്ക് ചെന്നു. അളിയാ, ഇനിയിപ്പോൾ കൂടുതൽ ആലോചിച്ചിട്ട് എന്തു ചെയ്യാനാ? പിള്ളേർക്ക് ഇതാണ് താല്പര്യമെങ്കിൽ അതങ്ങ് നടത്തുന്നതല്ലേ നല്ലത്. വിശ്വനമ്മാവൻ പറഞ്ഞത് കേട്ട് അമ്മാവൻ അച്ഛനെ നോക്കുന്നത് മഹി കണ്ടു. ഇനിയും മിണ്ടാതിരുന്നാൽ കഴുത്തിൽ കുരുക്ക് വീഴും എന്ന് മനസ്സിലായതും അവൻ വാതുറന്നു. പറ്റില്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. പിന്നെ നീ എന്തിനാണ് ഇവളെ വിളിച്ചിറക്കിയത്? കുറച്ചുനാൾ കൊണ്ടുപോയി കൂടെ താമസിപ്പിച്ചിട്ട് പറഞ്ഞയക്കാമെന്ന് കരുതിയോ? സ്വതവേ ശാന്ത സ്വഭാവക്കാരനായിരുന്ന അച്ഛൻ നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിച്ചതോടെ മഹി നിശബ്ദനായി. മോള് പറയും, നീ പറഞ്ഞത് ശരിയാണോ? നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നോ? മഹിയുടെ അച്ഛൻ ആമ്പലിനോട് ചോദിച്ചു. ഒരു എളുപ്പമില്ലാതെ അവൾ നിന്ന് തലകുലുക്കുന്നത് കണ്ടത് മഹി നെഞ്ചിൽ കൈവച്ച് സെറ്റിയിലേക്ക് ഇരുന്നു പോയി. എന്നിട്ട് നിങ്ങൾ രണ്ടാളും കൂടി എന്തിനാ ഇത് മറച്ചു വെച്ചത്? ഇങ്ങനെ ഒരു കല്യാണം ആലോചിച്ചപ്പോഴെങ്കിലും തുറന്നു പറയായിരുന്നില്ലേ? ഇതിപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ ഞങ്ങൾ മോശക്കാരായില്ലേ? ആമ്പലിൻ്റെ അമ്മയുടെ ചോദ്യത്തിന് മുന്നിൽ എന്തു പറയണമെന്നറിയാതെ മഹിയിരുന്നു. വിശദീകരിക്കാൻ ശ്രമിക്കും തോറും സംഗതി വഷളാവുകയേ ഉള്ളൂ എന്ന് മനസ്സിലായതുപോലെ അവൻ മിണ്ടാതിരുന്നു. എങ്കിലും സാവധാനം എല്ലാവരെയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം എന്നോർത്ത് അവൻ സ്വയം സമാധാനിച്ചു. പക്ഷേ ഇവളേക്കാൾ ഇളയതല്ലേ ചേട്ടാ? അത്രയും നേരം മിണ്ടാതിരുന്ന ചെറിയച്ഛൻ ചോദിച്ചത് കേട്ട് മഹി ആ ഒരു പ്രതീക്ഷയോടെ അവർക്ക് നേരെ നോക്കി. എന്തോന്ന് മൂത്തത്? ഒരു ദിവസത്തിൻ്റെ മൂപ്പേ അവൾക്കുള്ളൂ. പക്ഷേ അതൊന്നും ഈ കുരുത്തക്കെട്ടവൻ ഓർത്തില്ലല്ലോ. അല്ലെങ്കിലും ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടും കൂടി മൊത്തം നാറ്റിച്ചില്ലേ? വിജയൻ അമ്മായി അമ്മയുടെ നേരെ തിരിഞ്ഞു. അമ്മ എന്താ ഒന്നും പറയാത്തത്? കഥ അവസാനം വന്ന ട്വിസ്റ്റിൽ പിരിവെട്ടി നിന്നിരുന്ന ഭാഗീരഥി അമ്മ മരുമകൻ്റെ ചോദ്യം കേട്ടാണ് സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നത്. എന്താ നീ ചോദിച്ചത്? പിള്ളേരുടെ കാര്യത്തിൽ അമ്മയുടെ അഭിപ്രായം എന്താണെന്നാ ചോദിച്ചത്? പറയാം. അതിനു മുന്നേ എനിക്ക് ഇവളോടൊന്ന് സംസാരിക്കണം. പറഞ്ഞതും ഭാഗീരഥി അമ്മ ആമ്പലിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവരുടെ മുറിയിലേക്ക് നടന്നു. അമ്മ ആമ്പലിനെയും കൊണ്ട് അകത്തേക്ക് പോയതും മഹിയുടെ അച്ഛൻ സെറ്റിയിലിരുന്ന് കയറുകയായിരുന്ന അമ്മയുടെ നേരെ തിരിഞ്ഞു. നീ എന്തായാലും മോളെയും സന്തോഷിനെയും വിളിച്ച് കാലത്ത് തന്നെ വരാൻ പറയും. ചേച്ചിയും അളിയനും അറിയട്ടെ അനിയൻ്റെ കയ്യിലിരിപ്പ്. ഒരു തീരുമാനം എടുക്കുമ്പോൾ അവരും കൂടി ഉണ്ടാകട്ടെ. നിങ്ങൾ എന്തോന്നാ മനുഷ്യായി പറയുന്നത്? തലയ്ക്ക് വെളിവില്ലാത്ത ഇവനെക്കൊണ്ട് എൻ്റെ കൊച്ചിനെ കെട്ടിക്കണമെന്നാണോ പറയുന്നത്? അമ്മയ്ക്ക് തന്നെക്കുറിച്ചൊരു അഭിപ്രായം കേട്ട് കൃതാർത്ഥനായതുപോലെ അവൻ അമ്മയെ നോക്കി. എന്തു വേണമെന്ന് ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്തതുപോലെ നിൽക്കുന്ന അമ്മാവനിലായി അവൻ്റെ പ്രതീക്ഷ. ആ സമയത്തും അവൻ തന്നെ ഉപദേശിച്ചുകൊണ്ടിരുന്നു. മോനെ മഹി, ആരൊക്കെ പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും തല കഴുത്തിന് മുകളിൽ കണില്ലെന്ന് വന്നാലും നീ കുരുക്കിൽ ചെന്ന് ചാടരുത്. പാണ്ടിലോറി തലകൊണ്ട് കുത്തിമറിക്കാൻ ശ്രമിച്ച തവളയുടെ ഗതിയായി പോകും. ജനിച്ചിട്ടിന്നേ വരെ നീ അവൾക്ക് കൊടുത്തിട്ടുള്ള എട്ടിൻ്റെ പണികളെല്ലാം കൂടി ഒരുമിച്ച് അവൾ തിരിച്ചു തരും. സോ ബി കെയർഫുൾ മോനെ. തുടരും.